രാവിലെ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ പറമ്പിലിറങ്ങിയിട്ട് കത്തിയും കൊണ്ട് കാട് മൊത്തം കൊത്തിയിടുന്നുണ്ട്. പറമ്പിൽ അത്യാവശ്യം നല്ലോണം കാടൊക്കെ ആയിട്ടോ. എന്നാൽ പിന്നെ ഞാൻ ഓർത്തു എനിക്ക് എന്തായാലും മഴയായിട്ടൊന്ന് പണിയില്ല, അപ്പം മെഷീനും ഉണ്ടല്ലോ, ഒന്ന് കാടെല്ലാം ഒന്ന് കൊത്തി വൃത്തിയാക്കാന്ന് വെച്ചേട്ടോ. അങ്ങനെ ഞാൻ വണ്ടി വെക്കുന്ന അവിടെയാണ് കഴിഞ്ഞ ദിവസം പണി കഴിഞ്ഞിട്ട് മെഷീൻ കൊണ്ടുപോയി വെച്ചത്. ഇത് കണ്ടില്ലേ, മഴ നനഞ്ഞിട്ട് മെഷീനിൽ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സ്റ്റാർട്ടാവുമെന്ന് തന്നെ ദൈവത്തിനറിയാം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കഴിഞ്ഞ ദിവസം പണിയെടുത്തിന് ബാക്കി കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു, അതൊഴിച്ചിട്ടൊന്ന് സ്റ്റാർട്ടാക്കി നോക്കി കേട്ടോ. എന്തോ ഭാഗ്യത്തിന് മെഷീൻ സ്റ്റാർട്ടായി കിട്ടി. അങ്ങനെ അതോടത്ത് നേരെ പറമ്പിലേക്ക് പോയിട്ട് കൊത്താൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നിടയ്ക്കാണ് നോക്കുമ്പം അച്ഛൻ മീനൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. നമ്മുടെ ചക്കിപ്പൂച്ചയാണെങ്കിൽ ഇതാണ്ട് പ്ലാസ്റ്റിക് വലിച്ചു തരാൻ വേണ്ടി മണ്ടയ്ക്ക് കിടന്നു. വീടിൻ്റെ അവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ കാണാം കേട്ടോ. 2-3 ദിവസം അടുപ്പിച്ച് മഴയെല്ലാം പോയതുകൊണ്ട് കാടൊന്നും അങ്ങോട്ട് മുറിയുന്നില്ല, നല്ലോണം വെള്ളം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അമ്മ വെള്ളമൊക്കെ ആയിട്ട് വന്നട്ടോ. എനിക്ക് കുടിക്കാനുള്ള വെള്ളം, നല്ല കഞ്ഞിവെള്ളം. ഈ പണിയൊക്കെ എടുക്കുന്നിടയ്ക്ക് നല്ല ഉപ്പിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ നല്ല ആശ്വാസമാണ്. പറമ്പിലാണെങ്കിൽ മൊത്തം കമ്മൽ ചെടിയാണ്. ആ മഞ്ഞപ്പൂവാകുന്ന ചെടിയുണ്ടല്ലോ, ഇതാണെങ്കിൽ എത്ര കൊത്തിയാലും വൃത്തിയാവില്ല. അതിൻ്റെ എത്ര കൊത്തിയാലും പിന്നെ പൊങ്ങി ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പം വേറെ വീഡിയോയുമായി പിന്നെ കാണാം.